18 വർഷങ്ങൾക്ക് മുമ്പ് കാണാതായ അബ്ദുൾ സലീമിൻ്റെ മൃതശരീരം മെഡിസിറ്റി ഹോസ്പിറ്റലിലെ അനാട്ടമി ലാബിൽ നിന്ന് ബന്ധുക്കൾക്ക് കൈമാറി. കോഴിക്കോട് ബാലുശ്ശേരി കാന്തപുരം സ്വദേശിയായ അബ്ദുൾ സലീം എന്ന മദ്രസ അധ്യാപകൻ 18 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിനുണ്ടായ മാനസികാസ്ത്യം കാരണം തൻ്റെ പ്രിയപ്പെട്ടവരെ ഉപേക്ഷിച്ച് എങ്ങോട്ടെന്നില്ലാതെ മറയുകയായിരുന്നു. പിന്നീട് ബന്ധുക്കളും നാട്ടുകാരും സലീമിനായുള്ള അന്വേഷണം ആരംഭിച്ചിരുന്നു. ആ അന്വേഷണം ഏകദേശം 18 വർഷത്തോളം നീണ്ടു. എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കൊല്ലം ജില്ലാ ആശുപത്രിയിൽ നിന്ന് അനാഥമായ ഒരു മൃതശരീരം ആരും ഏറ്റുവാങ്ങാനില്ലാതെ വന്നതോടെ ഹോസ്പിറ്റലിൽ ജോലി നോക്കുന്ന സുരഭി എന്ന നേഴ്സ് സലീമിൻ്റെ മൃതശരീരം മുസ്ലിം മതപ്രകാരം അന്ത്യകർമ്മങ്ങൾ പൂർത്തീകരിച്ചു. പിന്നീട് കൊല്ലം ജില്ലയിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ മെഡിക്കൽ കോളേജിന് പഠനത്തിനായി വിട്ടു നൽകിയിരുന്നു. എന്നാൽ ഈ വാർത്ത ശ്രദ്ധയിൽപ്പെട്ട അബ്ദുൾ സലീമിൻ്റെ ബന്ധുക്കൾ കൊല്ലത്തുള്ള നൗഷാദ് എന്ന പൊതുപ്രവർത്തകനുമായി ബന്ധപ്പെടുകയായിരുന്നു. തുടർന്ന് കൊല്ലം ജില്ലാ ആശുപത്രിയിലെത്തി മൃതദേഹത്തിൻ്റെ അടയാളങ്ങൾ സഹിതം പറഞ്ഞപ്പോൾ തങ്ങളുടെ പ്രിയപ്പെട്ട അബ്ദുൾ സലീമാണ് എന്ന് വീട്ടുകാർ ഉറപ്പിക്കുകയായിരുന്നു. പിന്നീട് 3 ദിവസത്തോളം ജില്ലയിൽ താമസിച്ച് നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചു. പിന്നീട് സ്വകാര്യ മെഡിക്കൽ കോളേജിലെത്തി അനാട്ടമി ലാബിൽ കയറി അന്തിമ പ്രാർത്ഥനകളും നൽകി. അതിനുശേഷം മൃതശരീരം ബന്ധുക്കൾ ഏറ്റുവാങ്ങുകയായിരുന്നു. തുടർന്ന് ആംബുലൻസിൽ അബ്ദുൾ സലീമിൻ്റെ മൃതശരീരവുമായി ബന്ധുക്കൾ കോഴിക്കോട്ടേക്ക് പോയി.